സിദ്ദിഖിന്റെ രാജി അപ്രതീക്ഷിതമായിരുന്നു എന്ന് വേണം പറയാൻ. ആരോപണം ഉയർന്നെങ്കിലും മുൻപ് ഉയർന്ന ആരോപണങ്ങൾ പോലെ അതിൽ ന്യായീകരിച്ച് പിടിച്ചു നിൽക്കുമെന്ന് കരുതിയിരുന്ന ആളുകൾക്കൊക്കെ മുന്നിലേക്കാണ് സിദ്ദിഖ് രാജിവെച്ചത്. അൽ-അമീൻ തോട്ടുമുക്ക നമുക്കൊപ്പം ചേരുന്നു. അൽ-അമീൻ, രേവതി സമ്പത്ത് സിദ്ദിഖിനെ കുറിച്ചുള്ള ആരോപണം പറഞ്ഞു തുടങ്ങിയ കാലം മുതൽ തന്നെ അതിനെ പിന്തുണയ്ക്കാനോ അവർക്ക് പിന്തുണ നൽകാനോ ആരും രംഗത്ത് വന്നിരുന്നില്ല. പക്ഷേ അവർ വീണ്ടും എത്തിയ സമയം വളരെ നിർണായകമായില്ലേ? അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾ നടക്കുന്ന വേളയിൽ അതിൽ AMMAയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ആർക്കായാലും പിന്തുണയുണ്ടാകും, ആരും ഒറ്റപ്പെടില്ല എന്നൊക്കെ സിദ്ദിഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ സിദ്ദിഖിനെതിരെ വീണ്ടും ആരോപണം ഉയർത്തിക്കൊണ്ട് രേവതി സമ്പത്ത് ഇന്നലെ രംഗത്ത് വരുന്നു. വളരെ വിശദമായി തന്നെ സിദ്ദിഖ് എത്ര ക്രൂരമായാണ് തന്നെ പീഡിപ്പിച്ചതെന്നുള്ള അവരുടെ തുറന്നു പറച്ചിൽ സിദ്ദിഖിന്റെ സ്ഥാനം തെറിക്കലിൽ നിർണായകമായില്ലേ അൽ-അമീൻ? സുജയ, സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾക്കെതിരെയാണ് വലിയ രീതിയിലുള്ള ആരോപണം ഉയർന്നു വന്നത്. അതിൽ കഴമ്പുണ്ടോ ഇല്ലയോ, പക്ഷേ അതിനെ പ്രതിരോധിക്കുമ്പോൾ അത് ആ പദവിയിൽ ഇരുന്നു കൊണ്ട് അത്തരമൊരു നീക്കം ചെയ്താൽ, ഒരു നടപടി ചെയ്താൽ അത് കഴിഞ്ഞ് സംഘടനയെ മൊത്തത്തിൽ കരിവാരത്തേക്കുന്നതിന് തുല്യമാകുമെന്നൊരു പൊതു വിലയിരുത്തൽ തന്നെയാണ് AMMയ്ക്കുള്ളിൽ ഉയർന്നത്. എന്ന് മാത്രമല്ല, നടിയെ ആക്രമിക്കപ്പെട്ടപ്പോൾ എടുത്ത നിലപാടും സമീപനവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അത് പല രീതിയിൽ വിമർശന വിധേയമാവുകയും ചെയ്തിരുന്നു. അത്തരമൊരു സാഹചര്യം ആരും ഉണ്ടാക്കി വെക്കരുത് എന്നൊരു പൊതു അഭിപ്രായം തന്നെ AMMയിൽ ഉയർന്നു വരികയും ചെയ്തു. AMMയിൽ മാത്രമല്ല, മറ്റു ചലച്ചിത്ര സംഘടനാ രംഗത്തുള്ള ആളുകളൊക്കെയും സിദ്ദീഖിനോട് മാറി നിന്നുകൊണ്ട് അന്വേഷണം നേരിടുന്നതാണ് അഭികാമ്യം എന്നൊരു നിലപാട് പറയുകയും ചെയ്തു. സിദ്ദീഖിനും അതേ നിലപാട് തന്നെയായിരുന്നു. ചലച്ചിത്ര രംഗത്തെ സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് രാജി തീരുമാനം എടുത്തതും ഇന്നു രാവിലെ രാജി പ്രഖ്യാപനം നടത്തിയതും അത് സംഘടന സ്വീകരിച്ചതും. ഇനി അതിനപ്പുറത്തേക്ക് ആരോപണത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, ആരോപണത്തെ പ്രതിരോധിക്കാനുണ്ടെങ്കിൽ, അതിന് നിയമത്തിന്റെ വഴിയെ പ്രതിരോധിക്കാനാണെങ്കിൽ അങ്ങനെ, മറ്റു വഴിയാണെങ്കിൽ അങ്ങനെ, ഏത് രീതിയിൽ പ്രതിരോധം തീർത്താലും അത് സംഘടനയുടെ പദവിക്ക് പുറത്തുനിന്ന് ചെയ്യുന്നതാണ് ഉചിതം. അല്ലാത്ത പക്ഷം അതിന് വിശ്വാസ്യത കുറയും. എന്ന് മാത്രമല്ല, സംഘടനയുടെ നിലപാടുകളെയാകെ, സംഘടനയിലുള്ള ആളുകളെയാകെ കരിവാരത്തേക്കുന്നൊരു തുല്യമാകുമെന്നൊരു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത്തരമൊരു നടപടിയിലേക്ക് സിദ്ദീഖ് നീങ്ങിയത്. എന്ന് മാത്രമല്ല, ഈ വിഷയത്തിൽ ഇനി സിദ്ദീഖിനെതിരെ പോലീസ് കേസെടുത്തു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പിന്തുണയും സംഘടനാ തലത്തിൽ നൽകേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം കൂടി AMMയ്ക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. കുറ്റം ചെയ്തവർക്കെതിരെ പരാതിയുമായി ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരോടൊപ്പം, ഇരകളോടൊപ്പം നിൽക്കുമെന്ന് ഭാരവാഹികൾ ആവർത്തിച്ച് പറയുമ്പോൾ, ആ ഭാരവാഹികളിൽ പ്രമുഖനായ ഒരാൾക്കെതിരെ ആരോപണം വന്നപ്പോൾ നിങ്ങൾ എന്തു ചെയ്തു എന്നൊരു മറുചോദ്യത്തിന് ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗം തന്നെയാണ് സിദ്ദീഖിന്റെ പൊടുന്നനെയുള്ള രാജി. ഏതായാലും ചൊവ്വാഴ്ച അമ്മയുടെ എക്സിക്യൂട്ടീവ് ചേരുകയാണ്. മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ കൊച്ചിയിലെത്തും, യോഗത്തിൽ പങ്കെടുക്കും. എന്തു നടപടി തുടർന്ന് ഇക്കാര്യത്തിൽ സ്വീകരിക്കുമെന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഇത് മാത്രമല്ല, സിദ്ദീഖും കൊച്ചിയിലില്ല. അദ്ദേഹം ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഊട്ടിയിലാണുള്ളത്. ഇന്ന് രാത്രിയോ നാളെയോ സിദ്ദീഖും കൊച്ചിയിലെത്തും. ഒരുപക്ഷേ ഈ ആരോപണങ്ങളിൽ ഒരു പ്രതികരണം സിദ്ദീഖും നടത്തും. എന്താണ് തന്റെ ഭാഗം എന്നുള്ളൊരു വിശദീകരണം സിദ്ദീഖും നടത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതേതായിരുന്നാലും സിനിമാ ലോകത്തെ സംബന്ധിച്ച് മുൻപ് പല അനുഭവങ്ങളുമുണ്ട്. പല ആരോപണങ്ങൾ വന്നപ്പോഴും അതിനെ കൈകാര്യം ചെയ്ത രീതിയിൽ സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള അമർഷം ജയൻ ചേർത്തല ഉൾപ്പെടെയുള്ളവർ പരസ്യമായി പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു പശ്ചാത്തലം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇനി കൂടുതൽ വിമർശനങ്ങൾക്ക് മുകേഷ് പറഞ്ഞ ഒരു വാചകം നമ്മുടെ മുന്നിലുണ്ട്. അതായത് ഇടതുപക്ഷ MLA ആയതുകൊണ്ട് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യം പൊടിതട്ടിയെടുത്ത് വരുന്നുവെന്നാണ് ടെസ്സിന്റെ ഏറ്റവും പുതിയ ഇൻസ്റ്റാ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുകേഷ് MLA പ്രതികരിച്ചത്. ഇവിടെ നോക്കൂ, ഇവിടെ രഞ്ജിത്തും സിദ്ദിഖും രണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ ആഭിമുഖ്യമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ അവയോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. ഇതിൽ പ്രതിപക്ഷം വലിയ പ്രതിരോധമാണ്, അല്ലെങ്കിൽ വലിയ രീതിയിൽ പ്രതിരോധം തീർക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സിദ്ദിഖിന്റെ രാജിയിലൂടെ എത്തുകയല്ലേ? കാരണം രഞ്ജിത്തിനെതിരെ ആഞ്ഞടിച്ചവർക്കൊക്കെ പലർക്കും മൗനം പാലിക്കേണ്ടി വരുന്നു സിദ്ദിഖിന്റെ വിഷയത്തിൽ. അൽ-അമീൻ, അക്കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ പശ്ചാത്തലം എന്തായിരുന്നാലും ഉയർന്നു വരുന്ന ആരോപണത്തിന്റെ സാഹചര്യവും അതിന്റെ പശ്ചാത്തലവും നോക്കി നിലപാട് സ്വീകരിക്കുക എന്നുള്ളൊരു തലത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികളൊക്കെ എത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പിടിച്ചുവെച്ചൊരു സാഹചര്യം, അത് പുറത്തുവിടാത്ത പശ്ചാത്തലം, അതിൽ പല പേജുകളും വെട്ടി ഒതുക്കിയ ഒരു സാഹചര്യം, വെട്ടിമാറ്റിയ സ്ഥിതിവിശേഷം, രഞ്ജിത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ അതിനെ മന്ത്രി തന്നെ പ്രതിരോധിച്ചൊരു സാഹചര്യം, ഇതുവരെയും കേസെടുക്കാത്തൊരു പശ്ചാത്തലം, ഇതിനെയൊക്കെ പ്രതിപക്ഷം സർക്കാരിനെതിരെ വലിയ രീതിയിൽ ആയുധമാക്കിയിരുന്നു. അങ്ങനെ പ്രതിപക്ഷം സ്കോർ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടെ കിട്ടിയ ഒരു അടികൂടിയാണ് സിദ്ദീഖിനെതിരെ ഉയർന്ന ആരോപണവും സിദ്ദീഖിന്റെ രാജിയും. പക്ഷേ അവിടെയും പ്രതിപക്ഷം പറയുന്നത് സിദ്ദീഖിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹം രാജിവെച്ച് മാതൃക കാണിച്ചു എന്ന രീതിയിൽ പ്രതിരോധം തീർക്കാനായിരിക്കും ശ്രമിക്കുക. പക്ഷേ എന്നാൽ പോലും ആ പ്രതിരോധവും അധികം പിടിച്ചു നിൽക്കാൻ അവരെ സഹായിക്കുന്നതല്ല. അവരെയല്ലെന്നല്ല, രാഷ്ട്രീയ പശ്ചാത്തലം നോക്കി ആരെന്ത് നിലപാട് സ്വീകരിച്ചാലും ഉയർന്നു വരുന്ന ആരോപണത്തിന്റെ സ്വഭാവം, അതിന്റെ ഗുരുതര സ്വഭാവം, അതിന്റെ ആഴവും പരപ്പും ഒക്കെ നോക്കി തന്നെയായിരിക്കും ഇനി രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ നിലപാട് സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
വലിയ രീതിയിലുള്ള വിമർശനം ആ രീതിയിൽ ഉയർന്നു വരുന്നുണ്ട്. ഇനി കാണേണ്ടത് സുജ, ഈ വിഷയത്തിൽ പോലീസിന്റെ സർക്കാരിന്റെ തുടർ നടപടികളാണ്. രഞ്ജിത്തിനെതിരെ എന്ത് നടപടി എടുക്കും? കൊച്ചി സിറ്റി സിദ്ദിഖിനെതിരെ പോലീസ് എന്ത് നടപടി? കമ്മീഷണർക്ക് സിദ്ദിഖിനും രഞ്ജിത്തിനുമെതിരെ പരാതി കിട്ടിയിട്ടുണ്ട്. അല്ലമീൻ അതിന്റെ വിവരങ്ങൾ കൂടി ശേഖരിച്ചോളൂ. നമുക്ക് വീണ്ടും എത്താം അല്ലമീനിലേക്കും ഒപ്പം ആർ ശ്രീജിത്തിലേക്കും.